വൻതോതിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു അഴിമതി ആണ് അവിടെ നടന്നിരിക്കുന്നത്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതില് എനിക്ക് തോന്നുന്നു ഇത് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എസ് ഐ ടി ഓരോ കാര്യങ്ങൾ കോടതി കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഓരോ സംഭവം കഴിയുമ്പോഴും ആളുകൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമല അല്ലേ ഇത്ര പവിത്രമായ ഒരു സംഗതിക്ക് ഇത്ര മോശമായ തരത്തിൽ ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് ജനങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിൽ നിന്ന് ഇവർക്ക് കരകയറാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വളരെ അത്ഭുതകരമാണ്. ഇങ്ങനെ ഒരു അഴിമതി ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം അതാണ് ആദ്യമായിട്ടാണ്. ഈ വിഷയത്തില് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി CPM ഇതിനെ തിരിച്ചുപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പൊ മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം വന്നതിൽ പറയുന്നത് ആ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് UDF ഉന്നയിച്ച ആരോപണങ്ങൾ അവർ പിന്നോട്ട് പോകുന്നു. അവരത് വീണ്ടും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. അത് ഉയർത്തിക്കാട്ടാൻ അവർ തയ്യാറുണ്ടാവും എന്നുള്ള ചോദ്യമൊക്കെ തന്നെ CPM നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇതില് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള് മന്ത്രിമാരൊക്കെ വർത്തമാനം പറഞ്ഞൊന്നും തീർക്കാൻ കഴിയില്ല. അത് വെറുതെ ഓരോ പ്രസ്താവന ഡെയിലി ഇറക്കുകയാണ്. ആ വന്ന അഴുക്ക് അതിപ്പോ കഴുകിക്കളകിയ വളരെ പ്രയാസമാണ്. അത് പ്രസ്താവന ഇറക്കി നേരാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു കഴിഞ്ഞു. ശബരിമലയിൽ ഇത്രയോ എന്ന ചോദ്യം എങ്കിൽ പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ എത്ര ആയിരിക്കും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രചാരണ വിഷയമാക്കിയാലും തിരിച്ചടി എല്ലാം തന്ത്രിയിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബാക്കി ഞാൻ പറയുന്നില്ല. MA ബേബിയുടെ ഒരു പ്രസ്താവന വിവാദമായിട്ടുണ്ട്. അദ്ദേഹം വലിയ വിജയം ലീഗൊക്കെ നേടിയെങ്കിലും ലീഗ് പണം കൊടുത്ത് പല സീറ്റുകളും വാങ്ങി ആ രീതിയിലുള്ള ഇടപെടലൊക്കെ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന CPMന്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. എന്താണ് മറുപടി? താഴെ കെട്ടിലുള്ള നമ്മളെ പാവപ്പെട്ട വാർഡിൽ ജയിച്ച ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. നോക്കണം, അത് കേരളത്തെ മൊത്തം അപമാനിക്കലാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു ഞാൻ കരുതുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി.